ഹായ് ഹലോ. മരപ്പണിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ല് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പവിഴക്കല്ലോ മരുതക്കല്ലോ അല്ല, അത് ഈ കാണുന്ന വെള്ളാരം കല്ലാണ്. ഈ കല്ലിനെയാണ് മരപ്പണിക്കാർ കുപ്പിയിലാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് അവർ കുപ്പിയിലാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം കാണിച്ച വെള്ളാരം കല്ലല്ല ഇതാണ് ഒരു പഴയ കല്ല് ഒരലാണിത്. നമ്മൾ ഇതിനകത്തിട്ടാണ് ഈ കല്ല് പൊടിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ കല്ല് പൊടിക്കാൻ നേരത്തെ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു തുണി വയ്ക്കും. അതിൻ്റെ മുകളിലാണ് ഈ ഉരൽ കയറ്റി വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഉരലൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ഇനി ഈ കല്ലൊന്ന് പൊടിച്ചെടുക്കാം. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഉരലിൻ്റെ കമ്പി വരുന്നത് പൊടിക്കാനുള്ളത്. നമുക്കിത് പൊട്ടിച്ചെടുക്കാം ആദ്യം. പണ്ട് നമുക്ക് ഈ വെള്ളാരം കല്ലൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്കത് കിട്ടാനില്ല. ഇപ്പോൾ വലിയച്ഛൻ ഇടന്നാണ്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അത്ര വലിയൊരു കല്ലായിരുന്നു. നമ്മൾ പൊടിച്ച് ഇപ്പോൾ ഇത്ര ആയതാണ്. നമുക്കിനി പൊടിക്കാം. അതിന് ചെറിയ പീസ് ഇട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെറുതാക്കണം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ചീകളുണ്ടാവും. നമ്മൾ ആദ്യത്തെ ഷോട്ടിൽ നമ്മളിത് ഇടിച്ചപ്പോൾ ഇത് മൊത്തം പുറത്തേക്ക് തെറിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഇടിക്കാതിരിക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഉരലിട്ടിട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ മുഖത്തായിട്ടും തെറിക്കില്ല. പക്ഷേ ഇത് പൊടിഞ്ഞും കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ശരിക്കും പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിതിനെ അരിച്ചെടുക്കണം. നമുക്ക് ബാക്കി ഇങ്ങനെ കല്ല് പൊടിച്ചെടുത്തിട്ട് കാണാം. നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ഈ കല്ല് നമുക്കിനി ഈ അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. നല്ല നൈസ് പൊടിയാണെങ്കിൽ മാത്രമാണ് ഉള്ളി തേക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മൂർച്ചയായിട്ട് വരത്തുള്ളൂ. അതിനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഈ അരിപ്പാന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കണ്ണിയാകലം കുറഞ്ഞത് വേണം എടുക്കാൻ. ഇതിപ്പോൾ ഈ അപ്പത്തിന് നമ്മൾ അപ്പത്തിൻ്റെ പൊടി അരിക്കാൻ എടുക്കുന്ന അരിപ്പാണിത്. അത് വെച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാൻ. ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. വളരെ നൈസ് പൊടിയായിട്ടുണ്ട്. ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ്. ഇതില്ലെങ്കിൽ നന്നായിട്ട് ഉരലിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല നൈസായിട്ട് ഇരിക്കും. നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഇനി ഇതാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന വെള്ളാരങ്ങളിൽ. കണ്ടോ, ഉണങ്ങിയിരിക്കുമ്പോൾ നല്ല വെളുത്ത് നല്ല ഇതായിട്ട് ഇരിക്കും. കണ്ടോ, ഇങ്ങനെ ഇളക്കുമ്പോൾ ഇളകും. ഇത് പക്ഷേ അങ്ങനെ ഇളകത്തില്ല. ഇത് കാരണം ചെറിയ നനവുണ്ട്. നമ്മളിത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് തട്ടിയാണ് നമ്മൾ നമ്മുടെ തേച്ച് വഴിയിട്ടിരുന്നത്. നമുക്കിതിനി ഇതിലായിട്ടിടാം. പൊടിച്ചത് ഇതിനകത്തേക്ക് ഇടാം. ഏകദേശം നമുക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ പൊളിച്ചിട്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇതിനി ഇവർ യൂസ് ചെയ്തോളും ഉള്ളി തേക്കാൻ നേരത്തെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.